ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ അർക്കേറിയ ഒരു പഴം 25 കിലോ വരെ വെയിറ്റ് വന്നു. ഇത് ജബോട്ടിക്ക ഗ്രാഫ്റ്റഡ് വെറൈറ്റി പ്രിക്കോഷ്യ എന്ന് പറയും. ഇത് ലോക്കൽ പ്ലാന്റിൻ്റെ മുകളിലാണ് മദർ പ്ലാന്റിൻ്റെ നിന്ന് കട്ട് ചെയ്തിട്ട് ബ്രാഞ്ച് ഫിറ്റ് ചെയ്യണത്. അതായത് സെയിം ക്വാളിറ്റി തന്നെ, സെയിം ക്വാളിറ്റി, അതിൻ്റെ ഒരു % പോലും അതിന് വ്യത്യാസം വരില്ല. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറ അഖിൽ എക്സോട്ടിക്ക ഫ്രൂട്ട് ഫാം നഴ്സറിയിലാണ് കേട്ടോ. മുമ്പ് ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് വരുന്നത്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പ്ലാന്റുകൾ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. എൻ്റെ പേര് വർഗീസ് ഷാജു, അഖിൽ എക്സോട്ടിക്ക നഴ്സറി, മാടക്കത്തറ പുതിയ ഡിവിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഞങ്ങൾക്ക് ഇത് മൂന്നാമത്തെ, ഒരെണ്ണം ഫ്രൂട്ട്സ് മാത്രമുള്ളൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഒരെണ്ണം എല്ലാ സർവ്വ ഇൻഡോർ ഔട്ട്ഡോർ എല്ലാ പ്ലാന്റ്സും കൂടിയുള്ള ഒരെണ്ണമുണ്ട്. ഇത് ഫ്രൂട്ട്സും ഇൻഡോർ പ്ലാന്റും എല്ലാം കൂടി ചേർന്ന് മിശ്രിതമായിട്ട് പുതിയ നഴ്സറി. അതായത് ഇതിപ്പോൾ നമ്മൾ സാധാരണ നിന്നിരുന്ന സ്ഥലത്തല്ല, ആദ്യം വെള്ളാനിക്കര, ഇത് മാടക്കത്തറ ഹെഡ് ഓഫീസ്. ഇത് നമ്മളെ പിന്നെ മണ്ണൂത്തിൽ നിന്ന് തേറമ്പത്തേക്ക് പോണ വഴി മാടക്കത്തറ പള്ളി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ മാടക്കത്തറ സ്കൂളുണ്ട് ലെഫ്റ്റ് സൈഡ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ടേൺ തിരിഞ്ഞ് വന്നതാണ് ഞങ്ങളുടെ പുതിയ ഔട്ട്ലെറ്റ്. അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിലെ പെൻസിൽ ബാമ്പു ആണ്. എന്തതിൻ്റെ പ്രത്യേകത? ഇത് പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ നല്ല പെൻസിൽ പോലെ ഇത് നിൽക്കും. അതിൻ്റെ സ്റ്റെം നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും, നിലത്ത് വെക്കാം. അധികം ഹൈറ്റ് വരില്ല. അധികം ഹൈറ്റ് വരില്ല. ഇതിന്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 50 റുപ്പീസ് തൊട്ട് മുകളിലേക്ക് കയറും. ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഗോൾഡൻ ബാമ്പു ആണ്. ഇതൊരു 400 രൂപ തൊട്ട് 1200 രൂപ വരെ ഉണ്ട്. അതിന്റെ കവറിന്റെ സൈസും വലിപ്പം അനുസരിച്ചിട്ടാണ്. പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്നത് നേരെ താഴെ വൈറ്റ് ആണ്, വെരിഗേറ്റഡ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊരു 200 രൂപ തൊട്ട് 500 രൂപ വരെ ഉണ്ട്. നമുക്ക് ആ റേഞ്ചിൽ വരില്ല. സൈസ് അനുസരിച്ച് കവറിന്റെ റുപ്പീസ്. പിന്നെ അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് വില വ്യത്യാസം വരും. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് മിനി പിന്നെ ബാമ്പു വെരിഗേറ്റഡ്. ഇതൊക്കെ ഒരു വലിയ ഒരു 50 റുപ്പീസ് തൊട്ട് മുകളിലേക്കുണ്ട്. പിന്നെ അടുത്തത് കലാത്തിയ വെറൈറ്റീസ് അല്ലേ? ഇത് കലാത്തിയ ലൂപ്പിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സിഗാറ എന്നും പറയും. ഇത് ഒരു തിരി പോലെ, സിഗരറ്റ് പോലെ ഒരു മുകളിൽ അതിൻ്റെ പിന്നെ ഫ്ലവർ ഉണ്ടാവും. അതാണ് അതിൻ്റെ പിന്നെ ഹൈലൈറ്റ്. പിന്നെ നല്ല വലിയ ലീഫായിരിക്കും. പിന്നെ ഒരു ഷെയ്ഡ് പ്ലാന്റ് പോലെ ഇരിക്കും. അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിന് പുല്ലിൻ്റെ സൈഡിൽ വെച്ച് വരുന്നത് നല്ല ഭംഗിയാണ്. ഇപ്പോൾ എല്ലാവരും ഇതൊരു ഫാഷനായിട്ട് അംഗീകരിച്ചേക്കും. ഇത് ചെറിയ റെഡ് അൽമാണ്ടയാണ്. ഇത് ഡോർഫ് വെറൈറ്റിയാണ്, എപ്പോഴും പൂക്കും. നല്ല ഭംഗിയാണിത്, പുതിയ വെറൈറ്റിയാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊരു 100 റുപ്പീസ് ടു 150 റേഞ്ച് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇതിന്റെ വേറെ വെറൈറ്റീസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഫ്ലവർ ഇല്ല, ഇപ്പോൾ ഓഫ് സീസൺ ആണ്. ഇത് ബോഗൻവില്ല വൈറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു മഴ ബോഗൻവില്ല നല്ല രീതിയിൽ വളരെ കുറവാണ്. ഇത് മഴ കണ്ടു കഴിഞ്ഞാൽ ഫ്ലവർ പോകും. ഇതൊക്കെ എങ്ങനെ നമുക്കിപ്പോൾ കോസ്റ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 350 റുപ്പീസ് വരും. ആ ഒരു റേഞ്ച് വരും. ഇനി അതിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഒരു 150 ഇത്ര വലിയ കിട്ടും. കഴിഞ്ഞിട്ട് 10 കളറോളം ഉണ്ട്. വെരിഗേറ്റഡ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ചില്ലി വെറൈറ്റീസ് വരുന്നുണ്ട്. വയലറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു മഴയാണ് നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. ഭയങ്കര പ്രശ്നമാണ്. ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ അർക്കേറിയ പോകുന്നുണ്ടാവില്ല, ഇതേപോലെ ഇതിങ്ങനെ തട്ടുതട്ടായിട്ട് വരും. ഇതിന്റെ ലീഫാണ് ഇതിന്റെ പ്രത്യേകത. തട്ടുതട്ടായിട്ട് അതിന് നമ്മള് എലിമിനേഷൻ പിന്നെ ലൈറ്റ് ഇടാനൊക്കെ നല്ലതാണ്. ക്രിസ്മസ് ട്രീ എന്ന് തന്നെ അറിയപ്പെടുന്നു. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 75 രൂപ തൊട്ട് മുകളിലേക്കുണ്ട്. ഇത് ജബോട്ടിക്ക പ്രിക്കോഷ്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പഴത്തോട് കൂടെ നിൽക്കുന്നതല്ല, പഴത്തോടു കൂടി പഴം പറിച്ച് തിന്നാം. ഒരു പഴം പറിച്ച് കഴിക്കും. ഓക്കെ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് കാര്യങ്ങൾ. ആവുന്നുള്ളൂ എന്ന് തോന്നുന്നല്ല. ഇവിടെ ഉണ്ട്, ബാക്കിലുള്ള വേണ്ടതോ ഇവിടെ വലുതുണ്ട് കേട്ടോ. റെഡ് ഹൈബ്രിഡ് അല്ലേ ഇത് വരുന്നത്? ഇത് റെഡ് ഹൈബ്രിഡ്. ഇതൊക്കെ നമുക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ്? എനിക്ക് തോന്നുന്നു ഒരു 10 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു 20 to 25,000 റുപ്പീസ് ഉണ്ട്. ആ ഒരു റേഞ്ചിൽ വരും. 8,000 ഉണ്ട്, അത് പിന്നെ 2,000 ഉണ്ട്, കായുള്ളതുണ്ട്. ഏറ്റവും ചെറുത് എത്രയാണ്? ഏറ്റവും ചെറുത് 1,500. അതിന് പൂവിട്ടതിനാകുമ്പോൾ 2,000 വരും. ഓക്കെ. ഇതെല്ലാം ഗ്രാഫ്റ്റഡ് വെറൈറ്റിയാണ്. ഇത് പെട്ടെന്ന് പൂക്കും. പിന്നെ മൾട്ടി ജബോട്ടിക്ക ഉണ്ട്.
അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4-in-1, 3-in-1, 2-in-1. ഒരു ചെടിയുമേ 4 കളറ്, ഒരു ചെടിയുമേ 3 കളറ്, ഒരു ചെടിയുമേ 2 കളറ്. അപ്പോൾ ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. അത് സ്ഥലമില്ലാത്തവരും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഡ്രമ്മിൽ കണ്ടെയ്നറിൽ ഉപയോഗിക്കാം. ഇത് കണ്ടെയ്നർ പ്ലാന്റായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കണ്ടെയ്നറിൽ നട്ടാൽ ഒരു 6 മാസം തൊട്ട് 1 കൊല്ലം ലാഭം കിട്ടും. ആ ഒരേ ചെടി തന്നെ ഒന്ന് കണ്ടെയ്നറിൽ ഒന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ളത് 1 കൊല്ലം കഴിഞ്ഞിട്ടേ കായ്ക്കുള്ളൂ. പിന്നെ ഇത് മൾബറി, ബ്രസീലിയൻ ഗ്രേപ്പ്, നമ്മൾ മരമുന്തിരി, ജബോട്ടിക്കാബ, ഇതെല്ലാം ഒരേ ചെടികളാണ്. ഈ സായിപ്പന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് ജബോട്ടിക്കാബ. അതിനകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്ന ജബോട്ടിക്കാബിൻ്റെ മറ്റു വെറൈറ്റീസ് ആവില്ല? ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ വരും. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില 5,000 ആണ്. ഇതെല്ലാം ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ഇരിക്കുന്ന ചെടികളാണ്. ഇപ്പോൾ എല്ലാ വെറൈറ്റീസിനും നമുക്ക് സെയിം റേറ്റ് ആണ് വരുന്നത്? അതോ വെറൈറ്റി മാറുന്നതിനനുസരിച്ച് മാറുന്നില്ല? മോർ ദാൻ 100 വെറൈറ്റീസ് ഉണ്ട്. അതിനകത്ത് റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷ, എസ്കാർലെറ്റ്, ബ്രാങ്ക, അക്കപ്പോളിസ്റ്റ, പിന്നെ ഗ്രീൻ പൗച്ച്, റെഡ് പൗച്ച്, പിന്നെ ഗ്രാൻഡ് ഫോളിയ, പിന്നെ നാനാ ജബോട്ടിക്കാബ, ക്യാരറ്റ് ജബോട്ടിക്കാബ, ഇങ്ങനെ ജബോട്ടിക്കാബ തന്നെ 100 മുകളിൽ വെറൈറ്റികളുണ്ട്. അപ്പം നമ്മുടെ റെഡ് ഹൈബ്രിഡ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് മധുരം? അടിപൊളി മധുരമാണ്. 2 സീഡാണ് കിട്ടിയുള്ളൂ കേട്ടോ. 2 സീഡാണ് കിട്ടിയുള്ളത്. അടിപൊളി മധുരമുള്ള വെറൈറ്റിയാണ്. ഇത് ജബോട്ടിക്കാബ ഗ്രാഫ്റ്റഡ് വെറൈറ്റി, പ്രിക്കോഷ്യ എന്ന് പറയും. ഇത് ലോക്കൽ പ്ലാന്റിൻ്റെ മുകളിലാണ് മദർ പ്ലാന്റിൻ്റെ നിന്ന് കട്ട് ചെയ്തിട്ട് ബ്രാഞ്ച് ഫിറ്റ് ചെയ്യണത്. അതായത് സെയിം ക്വാളിറ്റി തന്നെ? സെയിം ക്വാളിറ്റി. അതിൻ്റെ ഒരു % പോലും അതിന് വ്യത്യാസം വരില്ല. ഇപ്പോൾ നമ്മൾ സീഡ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിക്കോഷ്യ, എസ്കാർലെറ്റ്, റെഡ് ഹൈബ്രിഡ്, ഇതെല്ലാം ഇരിക്കുന്നിടത്ത് പൂമ്പൊടി തമ്മിൽ പരാഗണത്തിൽ മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സെയിം ക്വാളിറ്റി കിട്ടില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തും. ഈ കട്ടിങ്സ് കായ്ക്കാത്ത മരത്തിൻ്റെ കട്ടിങ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കായ്ക്കാനായിട്ട് വളരെയധികം താമസിക്കും. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ഇത് അറിയാതെ അവർ ലോ കോസ്റ്റിൽ പോയിട്ട് ഇത് വാങ്ങിച്ചിട്ട് വർഷങ്ങളോളം കാത്തിരിക്കണം. ഞങ്ങളുടെ എടി എന്ന് പറഞ്ഞാൽ 1 ഇയറിൽ കായ്ച്ചിരിക്കും. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു നവംബർ ഈ മഴ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെടികൾ പൂത്തതായിരിക്കും. ആ പൂത്ത ചെടികൾ ഞങ്ങൾ കൊടുക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ജബോട്ടിക്കാബക്ക് 250 റുപ്പീസ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഞങ്ങൾ 1,500 രൂപ കൊടുക്കുന്നത്. 250 രൂപ കുറച്ചിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി 5-ാം തീയതി വരെ 250 രൂപ ഇതിനകത്ത് ലെസ് ചെയ്തിട്ട് കൊടുക്കുകയും. അപ്പോൾ 1,250 രൂപക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കിട്ടും. അത് പൗട്ടേറിയ ഫാമിലിയിൽ പെട്ടതാണ് ഈ അബിയു എന്ന് പറഞ്ഞാൽ. ഇത് 2 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കും. ഈ അബിയു ഞങ്ങൾ 100 രൂപക്കാണ് നേരത്തെ കൊടുത്തിട്ടിരുന്നത്. ഇപ്പോൾ ഈ പുതിയ ഷോപ്പിൻ്റെ അതനുസരിച്ചിട്ട് ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ഡിസ്കൗണ്ടായിട്ട് ഞങ്ങൾ ഇത് 25 രൂപ കുറച്ചിട്ട് 75 രൂപക്ക് കൊടുക്കുകയും. ഇത്രയും വലിയ പ്ലാന്റ് ജാനുവരി 5-ാം തീയതി വരെ. അത് കഴിഞ്ഞാൽ 100 രൂപ. ഇതിപ്പോൾ നമുക്ക് ഏതാ വെറൈറ്റി? ഇത് അബിയു ജയന്റ് എന്ന് പറയും. ജയന്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വരെ അതിൻ്റെ വെയിറ്റ് വരും. അബിയു ജയന്റ്, Z4, E2, പിന്നെ അബിയു പുൾസോ, അബിയു പുൾസോന് വില കൂടും കേട്ടോ. അബിയു പുൾസോ, അബിയു റൊഡൻറ്റോ, അബിയു ലൊറാഞ്ച, ഇതെല്ലാം അബിയുവിൽ പെട്ടതാണ്. അബിയുവിൻ്റെ തന്നെ നല്ലൊരു വലിയൊരു കളക്ഷൻ മോർ ദാൻ 15 വെറൈറ്റി ഞങ്ങൾക്കുണ്ട്. ഓക്കെ. ഇതൊക്കെ സൈസിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. വലുതിനൊക്കെ 500 രൂപയോളം വരും. കായ്ക്കാറായതിന് ഉണ്ട്. അത് വലിയ കവർ അനുസരിച്ചിട്ട് അതിൻ്റെ വില കൂടും. ഇത് ഓസ്ട്രേലിയൻ ഡാർബേ ചെറി എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് IQ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. ഇത് ഓസ്ട്രേലിയൻ പ്ലാന്റാണ്. പിന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിന് നല്ല ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിനകത്ത് ആദ്യം ഒരു പച്ച കളറ്, പിന്നെ ഒരു മഞ്ഞ, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ റെഡ്, പിന്നെ ചെറിയ റെഡ് കളറാകുമ്പോൾ നല്ല മധുരമായിരിക്കും. ധാരാളം ഈ ഫ്രൂട്ട് ആയതാണല്ലേ. കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാലോ? കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. സഡാർബേ ചെറി അല്ലേ? ഓസ്ട്രേലിയൻ സിഡാർബേ ചെറി. മധുരാട്ടോ, നല്ല മധുരമാണ്. അതിന് കുട്ടികളുടെ IQ ഡെവലപ്മെൻറ്റ് കൊള്ളാമെന്നാണ് നമ്മൾ ഗൂഗിളിൽ എഴുതിയിരിക്കുന്നത്. സാധനം അടിപൊളി മധുരമാണ്. പിന്നെ അത് തന്നെയല്ല ധാരാളം കായ്ക്കുന്നതുകൊണ്ട് നല്ല ബൾബ് പോലെ കിടക്കും. ഇതുണ്ടോ, സീഡ് ഉണ്ട് കേട്ടോ, അത്രയും പോകുന്നൊരു സീഡ് ഉണ്ട്. പക്ഷേ സംഭവം അടിപൊളി മധുരമാണ്. ഡോർഫ് വെറൈറ്റി അർക്കനട്ടാണ്. ഹീരകള്ളി ഡോർഫ് എന്ന് പറഞ്ഞാൽ ഇത് കാസർഗോഡ് CPCRI ഉണ്ടാക്കിയ പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഡോർഫായിട്ട് നിൽക്കും. കഴുങ്ങ് വെറൈറ്റിയാണ്. പക്ഷേ ഒരാൾ 6 അടി പൊക്കൊക്കെ ഇതിൻ്റെ ലൈഫിലുണ്ടാവുള്ളൂ. പിന്നെ നിലത്ത് നിന്ന് കാ പറിക്കാം. ഇത് നമുക്ക് എത്ര വർഷം കൊണ്ട് കിട്ടും? ഇത് ഒരു 4-ാം വർഷം കായ്ക്കും. 4 വർഷം കിട്ടും. വളരെ കുള്ളനായിരിക്കും.
കുള്ളൻ കമുക് എന്ന് തന്നെ അറിയപ്പെടുന്നു. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരും? ഇതൊക്കെ ഒരു 200 റുപ്പീസ് തൊട്ട് മുകളിലേക്ക് വരും. അനുസരിച്ചിട്ട് ഒരു ഭയങ്കര വലുതിന് ഒരു 10,000 രൂപ വരെ വില വരും. ഇത് ജപ്പാൻ പേര. ഓക്കെ, ഈ ഒരു തൈനൊക്കെ എങ്ങനെ റേറ്റ്? ഇതിന് 300 രൂപ തൊട്ട് മുകളിലേക്ക് ഉണ്ട്. ഇതിനെങ്ങനെ എന്താ ഇതിന്റെ പ്രത്യേകത? ജപ്പാൻ പേര നല്ല മധുരമാണ്. നല്ല നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ ടേസ്റ്റാണ്. ഇത് തൈവാൻ പിങ്ക്, ഉൾവശം പിങ്ക് കളർ വരുന്ന വെറൈറ്റി അല്ലേ? 100 രൂപയുള്ള അതിൻ്റെ വില. ഓക്കെ, ഈ ഒരു പ്ലാന്റ് 100 ഉള്ളൂ? അതെ, ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ? അതെ അതെ, നല്ല വെറൈറ്റിയാണ്. എപ്പോഴും കായ്ക്കും. ഒരു ഇലക്ക് 2 കാ വെച്ചുണ്ടാവും. ഇത് സർദാർ പേര. ഇത് നമ്മുടെ ഇന്ത്യയുടെ കാർഷിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇതാണ്. വലിയ കായാണ് സർദാർ പേര. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതിന് ഒരു 300 രൂപ. 300 രൂപ റേഞ്ചിലല്ലേ? ഇത് തായ്ലാൻഡ് പേര എന്ന് പറയും. ഇതിന് 300 റുപ്പീസ്. ഈ ഒരു ഐറ്റമല്ലേ? അതെ, നല്ല പോലെ കായ്ക്കും. ഇത് കൃഷ്ണഗിരി, ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു നമ്മുടെ ഇന്ത്യയുടെ പേരയാണ്. നല്ല ടേസ്റ്റാണ്. അകത്ത് ചുവപ്പ് കളറാണ്. നല്ല പ്ലാന്റാണ്. ഇത് ഐസ്ക്രീം പേര. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. അകത്ത് റെഡ് കളറാണ്. കുരു കുറവാണ്. നല്ല മധുരമാണ്. അർക്കാക്കിരൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് 75 രൂപയുള്ളൂ. ഈ ഒരു തൈയല്ലേ? തൈക്ക് നല്ല ഫ്രൂട്ടാണ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് നമ്മുടെ ഇന്ത്യയുടെ സാധനമാണ്. നല്ല ധാരാളം കായ്ക്കുന്നൊരു ചെടിയാണ്. ഇതുമേ തന്നെ കായ ഉണ്ടായത്. പൂവൊക്കെ ഇതുമേ തന്നെ മഴ ആയതുകൊണ്ട് അങ്ങനെ അടന്നു പോയതാണ്. ഇതിനകത്ത് നല്ല മഞ്ഞ കളറാണ്. അതിൻ്റെ ആ ചുളയൊക്കെ നല്ല അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അത് നല്ല ടേസ്റ്റാണ്. നല്ല മധുരമാണ്. സമ്പൂർണ്ണ അല്ല. പ്ലാവിൻ്റെ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ നമ്മളെ കയ്യിലുണ്ടല്ലോ? ഉണ്ട്. ഞങ്ങളുടെ മറ്റേ പഴയ ഫാമിലുണ്ട്. ഇത് ഡൺസൂര്യ. ഇതിന് ഓൾ സീസൺ റെഡ് എന്ന് പറയും. ഇതൊരു 4 കൊല്ലം കഴിഞ്ഞിട്ടേ കായ്ക്കുള്ളൂ. കായ്ച്ചു കഴിഞ്ഞാൽ എപ്പോഴും കായായിരിക്കും. അതായത് 4 വർഷം കഴിഞ്ഞാൽ എപ്പോഴും കായുണ്ട്. ഓൾ സീസൺ ആയി കിട്ടുമല്ലേ? ആദ്യം ഫസ്റ്റ് ടൈം 4 വർഷം എടുക്കും. ഓക്കെ, ഈ ഒരു പ്ലാന്റ് വെച്ചാൽ നമുക്ക് 4 വർഷം കൊണ്ടാണ് റിസൾട്ട് വരുന്നത്. അതെ. ഓക്കെ, നെക്സ്റ്റ് ഏതാ വരുന്നത്? ഇത് വിയറ്റ്നാം എയർലി പിങ്ക് എന്ന് പറയും. ആയുർജാക്ക് എന്ന് പറയുന്ന അപരനാമത്തിൽ പറയുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത 1.5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഇത് കായ്ച്ചു കഴിഞ്ഞാൽ അടി തൊട്ട് മുകളിൽ ഒരു കായ ഉണ്ടാവും. ഇത് ഇടിച്ചക്ക, കറി വെക്കാൻ കൊള്ളാം. പഴച്ചക്കയായിട്ട് ഉപയോഗിക്കാം. ധാരാളം കായ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. എപ്പോഴും ഇതിനൊക്കെ 80 റുപ്പീസ്. 80 രൂപ. ഓക്കെ, ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് വരുന്നത് 80 രൂപ. അതെ. ഇത് J33 25 കിലോ വരെ ഇതിൻ്റെ വെയിറ്റ് വരും. ഒരു 3 കൊല്ലം കഴിഞ്ഞ ഒരു ചെടിയുമേ 20 പഴം ഉണ്ടായി. ഒരു പഴം 25 കിലോ വരെ വെയിറ്റ് വന്നു. നല്ല അകത്ത് മഞ്ഞ കളറാണ്. നല്ല ടേസ്റ്റുള്ളൊരു വരിക്കച്ചക്കയും. ഇതിനൊക്കെ എങ്ങനെ ഈ ഒരു പ്ലാന്റിനൊക്കെ? ഇതിനൊക്കെ 125 റുപ്പീസ്. 125 വരുന്നുണ്ടല്ലോ. ഇതൊക്കെ 1 കൊല്ലം കഴിഞ്ഞ ചെടികളാണ്. ഇത് ഗംലസ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകണ്ട. കയ്യിൽ പശ പറ്റാറില്ല. ഗം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പശ. അതിന് ഗംലെസ് പ്ലാന്റ്. അകത്ത് വെളുപ്പ് കളറായിരിക്കും. നല്ല വരിക്കച്ചക്കയാണ്. ഇതിന് 60 രൂപയുള്ളൂ. ആ റേഞ്ച് വരുന്നുള്ളൂ. അതെ അതെ. ഇത് DL ചാമ്പ, ഡൽഹരി ചാമ്പ. നല്ല മധുരമാണ്. പിന്നെ വലിപ്പം കൂടുതലാണ്. നല്ലൊരു വാട്ടർ ആപ്പിളാണ്. ഇത് എങ്ങനെ റേറ്റ് തന്നെ? ഇതിന് 350 രൂപ. 350. ഓക്കെ, അടുത്ത ഡിസ്കൗണ്ടിലാണ്. ഞങ്ങൾ 500 രൂപയാണ് എൻ്റെ സെയിൽ. ഓക്കെ, നമ്മളെ ഈ ഒരു ന്യൂ ഇയർ ഓഫറാണ്. ഇത് കിങ് കോങ്. ഇത് നല്ല റെഡിഷ് ബ്ലാക്കാണ്. നല്ല വലിപ്പമുള്ള പഴമാണ്. ഇതിന് മധുരം കൂടുതലാണ്. ഇതെങ്ങനെ റേറ്റ് ഒക്കെ നമുക്ക്? ഇതിന് 350 രൂപ ഇവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കും. സെയിം റേറ്റ് തന്നെയാണ്. അത് ഒറിജിനൽ പ്ലാന്റ് ആണ്. ഇത് പലതരം പല വെറൈറ്റികൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒറിജിനൽ ചെടികളാണ്. ഇത് ന്യൂ വൈറ്റ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. നമ്മളധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. അതെ, നല്ല വലിപ്പവും നല്ല കളറുമാണ്. ഇതിന് 500 റുപ്പീസാണ്. കാരണം അത് അപൂർവമാണ്. എന്താ കളർ? വൈറ്റ് ആണ് വരുന്നത്. ഇത് ഉമ്മർ ചാമ്പ എന്ന് അറിയപ്പെടും. ഓക്കെ, ഇതിന് 150 രൂപയുള്ളൂ. 150 രൂപ. 150. 150. ഞങ്ങൾ 200 രൂപ ഞങ്ങളുടെ റേറ്റ്. 150 ആയിട്ട് ഇവിടെ കൊടുക്കണം. എല്ലാം ഡിസ്കൗണ്ടായിട്ട് കൊടുക്കുകയാണ്. ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ജബോട്ടിക്കാബയിൽ ഞങ്ങളുടെ വലിയ പ്ലാന്റുകളാണ്. 5 അടി 6 അടിയുള്ള. ഇതെല്ലാം പൂത്ത് കായ്ച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം 5000 റുപ്പീസ് ഡിസ്കൗണ്ടായിട്ട്. 5000 രൂപ. ഇതിൽ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? ഇതിനകത്ത് റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷെ, സ്കാർലെറ്റ്. ഇത് ഗ്രാഫ്റ്റഡ് ആണ്. എല്ലാം പൂത്ത് തുടങ്ങിയതാണ്. കായ്ച്ചു തുടങ്ങിയത്.